നമസ്കാരം. ചേസോരിയാണ് തെക്കൻ തോട്ട്സ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ പലതും പ്രധാനപ്പെട്ടാണ്, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ വലിയ വലിയ കാര്യങ്ങളാണ്. ഇന്ന് അത്തരത്തിൽ പറയുന്ന ഒന്ന് വിഷുവുമായി ബന്ധപ്പെട്ട. വിഷു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. വിഷുവിൻ്റെ പുരാതനമായ പഴയ ഓർമ്മകളിലേക്ക് പോയാൽ നമ്മളുടെ നാട്ടിലൊക്കെ കണി ഇറങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇല്ലാതായി. അതിന് കാരണം എന്താണ്, എന്തായിരുന്നു അത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, കണി ഇറങ്ങുന്നത് എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണിയുടെ ആ ഒരു ഇറക്കം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഇപ്പം നാട്ടിലെ സാധാരണക്കാരായ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരായിട്ടുള്ള മധ്യവയസ്കർ വരെയുള്ള ആൾക്കാർ ഒന്നിച്ച് പല പല വിഭാഗങ്ങളായിട്ട് ഇറങ്ങും. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൻ്റെ രീതി ഇങ്ങനെയാണ്. ഒരു ഉരുളിക്കകത്ത് കണിക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച്, അതിലൊരു കണ്ണാടിയൊക്കെ വെച്ച്, അതിനകത്ത് പച്ചക്കറിയൊക്കെ വെച്ച്, അതിലൊരു കൃഷ്ണന്റെ പ്രതിമയൊക്കെ വെച്ചിട്ട്, വിഗ്രഹമൊക്കെ വെച്ചിട്ട്, അതുമായി ഈ വീടിന്റെ മുന്നിലെത്തി മണിയോ അല്ലെങ്കിൽ ശംഖമോ ഒക്കെ മുഴക്കി വീട്ടുകാരൻ കഥ തുറക്കുന്ന സമയത്ത് കണി കാണും നേരം എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് റെക്കോർഡിംഗ് ഒക്കെ വെച്ചിട്ട് വളരെ രസകരമായ ഒരു സംവിധാനം. കണി കാണുന്ന ആൾക്കാർ കാണിക്കയായി കൈനീട്ടവും കൊടുക്കും. ആ പണം അത് പല ആവശ്യങ്ങൾ, കുട്ടികളാണെങ്കിൽ കളിക്കോപ്പുകൾ വാങ്ങാൻ ഉപയോഗിക്കും, മുതിർന്നവരാണെങ്കിൽ അവരുടേതായ രസകരമായ അല്ലെങ്കിൽ വിനോദത്തിന് ഉൾപ്പെടുന്ന കാര്യങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ ചിലർ മദ്യം മേടിച്ച് അവർ ഒന്നിച്ച് കഴിക്കും. ഈ കാണിക്കയായി കിട്ടുന്ന പണമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇവരെല്ലാം കൂടെ ആ രാവിലെ ഒരു വീട്ടിൽ തന്നെ ചിലപ്പം ഒരു കൂട്ടർ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കൂട്ടർ വരും. വീട്ടുകാർ വീണ്ടും വന്ന് കണി കാണും, കാണിക്കയിടും. അപ്പോൾ ഇങ്ങനെ വളരെ രസകരമായി മുന്നോട്ട് പോയിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംഘടന ഈ കണിയുടെ കുത്തക അവകാശം അങ്ങ് ഏറ്റെടുത്തു. അവരാദ്യം കണി ഔദ്യോഗികമായിട്ട് ഇറങ്ങി ആ സംഘടനയുടെ കീഴിലുള്ള ആ പരിധിയിലുള്ള മുഴുവൻ വീടുകളിലും പല പല ഗ്രൂപ്പുകളായിട്ട് അവർ ഒന്നിച്ചിറങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ ആ കണി കാണിച്ചു. പിന്നെ അവര് വേറൊരു പരിഷ്കാരം വരുത്തി. കണിക്ക് ഇങ്ങോട്ട് കാണിക്കുക ആളുകൾ ഇടുന്നതിന് വരെ അങ്ങോട്ട് 50 പൈസ, ആദ്യം 25 പൈസയായിരുന്നു, പിന്നെ 50 പൈസ കൊടുക്കുന്ന ഏർപ്പാടായി. അപ്പം ഇങ്ങോട്ട് പൈസ വാങ്ങത്തുമില്ല. അങ്ങനെ ആ കാണിക്ക ഇടുന്ന അല്ലെങ്കിൽ വീട്ടുകാര് കണിക്ക് പൈസ ഇടുന്ന ആ പരിപാടി നിർത്തി. ക്രമേണ ശുഷ്കാന്തിയും ഉത്സാഹവും ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ ഈ കണിക്കിറങ്ങുന്ന ആ സമ്പ്രദായം, ആ സംഘടനയും പതിയെ പതിയെ ഉപേക്ഷിച്ചു. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരുന്ന ആ കണി ഇറങ്ങുന്ന ആ സമ്പ്രദായം ഇപ്പോൾ ഇതാ പൂർണ്ണമായി നിന്നു. വിഷുവിൻ്റെ അന്ന് രാവിലെ നടന്നുകൊണ്ടിരുന്ന രസകരമായ, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ആ മാധുര്യമേറിയ രസകരമായ ആ സംഗതി പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. 1-2 സ്ഥലങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇറങ്ങിയാലായി. അത് ആ സംഘടനയുടെ ആൾക്കാരാണ് ഇറങ്ങുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ അതിനിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. എനിക്കൊന്നും സമയമില്ല. പക്ഷെ മറ്റുള്ളവർ എല്ലാവരും ചേർന്ന് നടത്തിയിരുന്ന ആ സമ്പ്രദായം പൂർണ്ണമായി ഇല്ലാതായി. ഇതേപോലെ സമാനമായ ഒരു സംവിധാനമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു ക്രിസ്മസ് കരോൾ. ഇതിനും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് കരോളിന് എൻ്റെ ക്ലബിന് വേണ്ടി, അന്നത്തെ ക്ലബ്ബ് ഷമതി എന്നായിരുന്നു പേര്, ആ ക്ലബിൻ്റെ ഫുട്ബോളോ ക്രിക്കറ്റ് ബാറ്റോ ഒക്കെ വാങ്ങാൻ വേണ്ടിയായിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി ക്രിസ്മസ് അപ്പൂവിൻ്റെ മുമ്മൂടിയൊക്കെ വെച്ച് ഞാനും തുള്ളിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ കാര്യം കേട്ടു തുടങ്ങി. പള്ളിയിൽ നിന്ന് നേരിട്ട് ഇറങ്ങുന്നവർക്ക് മാത്രമേ ഇനി പൈസ കൊടുക്കുകയുള്ളൂ. അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും എല്ലാ വീടുകളിലും കയറിയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ ആ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയിലെ അംഗങ്ങളുടെ വീടുകളിൽ മാത്രമേ ക്രിസ്മസ് കരോളുമായിട്ട് ചെല്ലുകയുള്ളൂ. എൻ്റെ കുട്ടികളൊക്കെ വളരെ വിഷമത്തോടുകൂടി അവർ വീടുകളിൽ ഇരിക്കും. ആദ്യം വരും ക്രിസ്മസ് അപ്പൂപ്പൻ, ഇപ്പം വരും, അപ്പുറത്ത് കൊട്ടു കേൾക്കാൻ തമ്പേറടി, ഇപ്പം വരും, അവരിപ്പം നമ്മുടെ വീട്ടിലും കയറുന്നില്ല, അവരാ വഴിക്കങ്ങ് പോകും. അങ്ങനെ അതും ഏകദേശമൊക്കെ തീർന്നു. പക്ഷേ ക്രിസ്മസ് കരോള് പഴയതുപോലെ ഇറങ്ങുന്നില്ലെങ്കിലും ഇപ്പോഴും പള്ളിയിൽ നിന്നുള്ള അംഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. നോക്കൂ, ഈ വിഷുവിനും ക്രിസ്മസ് കരോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്ര രസകരമായ സംഗതിയുണ്ട്. ഈ വിഷുവിന് വിളക്കുമായി മുന്നിൽ പോയ ആള് മുന്നിൽ പൊട്ടക്കിണർ ഉള്ളത് അറിയാതെ ആ കിണറ്റിലേക്ക് വീണ ആ സംഭവം, ക്രിസ്മസ് കരോളിന് പോയ ആള് ഇതുപോലെ വിളക്കും പിടിച്ച് ഒരു വീടിന്റെ മുൻവശത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. അയാളെ ശ്രദ്ധിക്കാതെ ആൾക്കാർ പോയി. രാവിലെ നോക്കിയപ്പോൾ ഒരാൾ വിളക്കും പിടിച്ചിരുന്ന് ഉറങ്ങുന്നു. വീട്ടുകാർ നോക്കിയപ്പം ഇങ്ങനെ അനവധി രസകരമായ സംഭവങ്ങൾ, ജാതി മത ഭേദമന്യേ എല്ലാവരും ഇതിന് ഇറങ്ങുമായിരുന്നു. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനിറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ
ഒക്കെ ഇല്ലാതായി. ഇതിനകത്തൊക്കെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കടന്നു വന്നു, ക്രമേണ പൂർണ്ണമായി ഇല്ലാതായി. അവനവന്റെ വീട്ടിലെ ചട്ടിക്കകത്ത് ക്രിസ്മസിന്റെ വിഷുവിന്റെ കണിയൊരുക്കി അവനവൻ കാണുന്ന അവസ്ഥ, പിന്നെ ടിവിയുടെ മുന്നിലേക്ക് നുഴഞ്ഞു കയറി ടിവിയിലെ പരിപാടികൾ കാണുന്ന അവസ്ഥ, ക്രിസ്മസ് കരോള് അങ്ങനെയൊന്നില്ല. അതുണ്ടെങ്കിൽ തന്നെ DJ ഒക്കെ വെച്ച് വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് ഇടയ്ക്കുണ്ടായിരുന്നു, അതും നിന്നു. ക്രമേണ ഈ ആഘോഷങ്ങളൊക്കെ നിന്നു. നോക്കൂ, പിതൃത്വാവകാശവും കുത്തകാവകാശവും ഒക്കെ ചിലരെടുക്കുമ്പോൾ ഒരു നാടിന്റെ രസകരമായ ആ ഒരു ജീവിത രീതികൾ, ആഘോഷ രീതികൾ എങ്ങനെ ഇല്ലാതാവുന്നു. ഒന്ന് ചിന്തിക്കൂ. ആ പഴമയുടെ ആ സൗന്ദര്യത്തെ വാരിപ്പുണരുവാൻ നമ്മൾ ശ്രമിക്കണം. അത് വീണ്ടും കൊണ്ടുവരണം. വളരെ പ്രയാസമാണ്. കാരണം വളരെ പ്രയാസമായത് തന്നെ.